കുട്ടികളെ, ഇന്ന് നമുക്ക് മുതലയുടെ കഥ കേട്ടാലോ? അപ്പോൾ കഥയുടെ പേരാണ് മുതല പഠിച്ച പാഠം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. പണ്ട് ഒരു വനത്തിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ സ്വാർത്ഥനായ ഒരു മുതല ജീവിച്ചിരുന്നു. മറ്റൊരു ജീവിയെയും ആ പുഴയിൽ ഇറങ്ങുവാനോ വെള്ളം കുടിക്കുവാനോ മുതല അനുവദിച്ചില്ല. അത് തന്റെ മാത്രം പുഴയാണെന്ന് മുതല സ്വയം കരുതി. അതുകൊണ്ട് തന്നെ മറ്റു ജീവജാലങ്ങളെല്ലാം പുഴയിൽ വരുന്നതിൽ നിന്നും മുതല വിലക്കി. തങ്ങളെ മുതല കഴിക്കുമെന്ന് ഭയന്ന് ഒരു ജീവജാലങ്ങളും ആ പുഴയിലേക്ക് പോകാതെയുമായി. തവളകളും മീനുകളും ഞണ്ടുകളും എല്ലാം തങ്ങളുടെ വാസസ്ഥലം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. വനത്തിലെ മറ്റു മൃഗങ്ങളും പുഴയിലേക്ക് പോകാൻ ഭയന്നു. അവർ ദാഹിക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്തുള്ള നദികളിലേക്കോ അരുവികളിലേക്കോ പോയി. അങ്ങനെ മറ്റുള്ള ജീവികളെല്ലാം പുഴയിൽ നിന്നകറ്റി മുതല ഒറ്റയ്ക്ക് സ്വൈര്യമായി കഴിഞ്ഞു. ഒരു ദിവസം പ്രഭാതമായപ്പോൾ വലിയൊരു ശബ്ദം കേട്ടായിരുന്നു കാട് ഉണർന്നത്. മുതല പിടിച്ച ഏതെങ്കിലും മൃഗത്തിന്റെ ഒച്ചയായിരിക്കും എന്നാണ് മറ്റു ജീവികൾ ആദ്യം കരുതിയത്. എന്നാൽ കൂടുതൽ പ്രകാശം വന്നപ്പോഴാണ് അത് മുതലയുടെ തന്നെ ശബ്ദമാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. മുതല തന്റെ വീർത്ത താടിയും പിടിച്ച് കരയുകയായിരുന്നു. ഇത് കണ്ട ഒരു മാൻ ചോദിച്ചു, അവൻ എന്തു പറ്റി? എനിക്കറിയില്ല, അണ്ണാൻ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു പക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ ഈ പുഴയിൽ നിന്നും ഒന്ന് പോയാൽ മതിയായിരുന്നു. അപ്പോൾ കാട്ടുപന്നി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സുരക്ഷിതരായി പുഴയിൽ പോകാം. ഇങ്ങനെ മൃഗങ്ങൾ പരസ്പരം പെറുപിറുത്തു എന്നല്ലാതെ വേദന കൊണ്ട് പുളയുന്ന അവരെ സഹായിക്കാൻ ആരും മുതിർന്നില്ല. ആ സമയത്തായിരുന്നു തൊട്ടടുത്തുള്ള കാട്ടിൽ നിന്നും മിന്നുക്കിളിയുടെ വരവ്. അവൻ ഭയമൊന്നും കൂടാതെ തന്നെ മുതലയുടെ അടുത്തേക്ക് പോയി. ചുറ്റും നിന്നവർ എല്ലാം ഹന്താളിച്ചു. ഇവനെ ഇപ്പോൾ തന്നെ മുതല ഭക്ഷണമാക്കുമെന്ന് അവർ കരുതി. എന്നാൽ മിന്നുക്കിളി മുതലയുടെ ചുറ്റും നടന്ന് അവൻ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കി. അതിന്റെ വാലിലും വയറിലുമെല്ലാം അവൻ മാറി മാറി നോക്കി. ഒടുവിൽ അവൻ മുതലയുടെ തലക്കരികിൽ വന്ന് പരിശോധിച്ചു. മിന്നുക്കിളി മുതലയോട് അവന്റെ കരച്ചിലിന്റെ കാരണം അന്വേഷിച്ചു. മുതല തന്റെ വീർത്ത താടി അവന് കാട്ടിക്കൊടുത്തു. മിന്നുക്കിളി അതിന്റെ വാ തുറന്നു നോക്കി. മുതലയുടെ ഒരു പല്ല് കേടായതായിരുന്നു. ആ കേടായ പല്ലിന്റെ വേദന കാരണമായിരുന്നു മുതല കരഞ്ഞത്. മിന്നുക്കിളി ആ പല്ലിളക്കാൻ അവനെ സഹായിച്ചു. ആ പല്ലിളക്കിയതും മുതലയ്ക്ക് വലിയ സന്തോഷമായി. അവൻ സന്തോഷത്തോടെ മിന്നുക്കിളിയെ നോക്കി പറഞ്ഞു, തനിക്കിപ്പോൾ മുൻപത്തെ പോലെ അത്രയും വേദനയില്ല, മാത്രമല്ല നല്ല ആശ്വാസവുമുണ്ട്. മുതല വീണ്ടും മിന്നുക്കിളിയോട് കൃതാർത്ഥതയോടെ പറഞ്ഞു, എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. മറ്റുള്ളവർ എന്നെ സഹായിക്കാൻ മടി കാണിച്ചപ്പോൾ നീ മാത്രമാണ് എന്നെ സഹായിച്ചത്. താമസിയാതെ അവർ നല്ല സുഹൃത്തുക്കളുമായി. ഈ ഒരു സംഭവത്തോടെ മുതല ഒരു പാഠം പഠിച്ചു. തനിക്ക് ആപത്തുണ്ടായപ്പോൾ തന്നെ ആരും സഹായിക്കാത്തത് തന്റെ തന്നെ സ്വഭാവ വൈകല്യം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞു. മാത്രമല്ല പുഴയിൽ ഇറങ്ങാൻ മറ്റു ജീവികളെ അനുവദിക്കുകയും ചെയ്തു. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ കുട്ടികളെ? നന്മ, സ്നേഹം എന്നിവ കൊണ്ടേ നല്ലതുണ്ടാകൂ. നമ്മൾ സ്വാർത്ഥരായാൽ നമ്മുടെ കഷ്ടകാലത്ത് ആരും തന്നെ ഉണ്ടാകുകയില്ല. അടുത്ത കഥ കേട്ടാലോ? കുറുക്കനും കോഴിയും. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു സുന്ദരി കോഴി ഉണ്ടായിരുന്നു. അവൾ കുറേ മുട്ടയിട്ടു. ഇതേ സമയം ദൂരെ ഒരു കാട്ടിൽ 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. ഇങ്ങനെ പോയാൽ ഞാൻ പട്ടിണി കിടന്ന് ചാവുമല്ലോ ഭഗവാനെ. എന്തായാലും ഗ്രാമത്തിലോട്ട് ഇറങ്ങി നോക്കാം, വല്ലതും തടയുമോ എന്ന്. ഇന്നത്തെ കണി കൊള്ളാം, എന്തായാലും പൊളിച്ചു. ഞാൻ കുറെ കാലമായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. എന്തായാലും ഒന്ന് പോയി നോക്കിട്ട് വരാം, വല്ലതും തടയാതിരിക്കില്ല.
മുട്ട വിരിയാൻ സുന്ദരി അടയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറുക്കൻ അതുവഴി വന്നത്. അവൻ സുന്ദരിയുടെ അടുത്തെത്തി. എന്നിട്ട് അവളെ പിടിച്ചു നിന്നാൽ തക്കം നോക്കി ചാടി വീണു. എന്താ ചേട്ടാ, ചേട്ടന്റെ ഭാവം എന്നെ പിടിച്ചു തിന്നാനാണോ? അല്ലാതെ പിന്നെ ഞാനിപ്പം നിന്നെ അകത്താക്കും. ചേട്ടാ, ഈ മുട്ടകൾ വിരിയുന്നവരെ ഒന്ന് ക്ഷമിച്ചുകൂടെ? എങ്കിൽ ഒരു 3-4 എണ്ണത്തിനെ തിന്നാം. അത്യാഗ്രഹിയായ കുറുക്കൻ ചിന്തിച്ചു, ഈ കോഴി ഒരു പൊട്ടി തന്നെ. അത് ശരിയാണല്ലോ. മുട്ട വിരിഞ്ഞാൽ 3-4 എണ്ണത്തിനെ തിന്നാം. കോളടിച്ചു. നല്ല ഉഗ്രൻ സദ്യ തന്നെയാവും. ശരി ശരി, എന്നാൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞു വരാം. അങ്ങനെ കുറുക്കൻ നടന്നകന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുറുക്കൻ വീണ്ടും സുന്ദരിയെ കാണാനെത്തി. ഹോയ് സുന്ദരി, ഇങ്ങ് പുറത്തു വാ. നിന്റെ മുട്ടകളൊക്കെ വിരിഞ്ഞോ? ഓ, പിരിഞ്ഞല്ലോ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഉറക്കുവാണ്. നീ എന്താ പറഞ്ഞത്? കുഞ്ഞുങ്ങളെ ഉറക്കുമെന്നോ? നല്ല കഥ. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ അകത്താക്കും. പെട്ടെന്ന് ഇറങ്ങി വാ. എടോ മരമണ്ടൻ കുറുക്ക, ഞാനിപ്പോ കൂട്ടിനുള്ളിലാ ഉള്ളത്. നീ എങ്ങനെ എന്നെ പിടിക്കാനാണ്? ഞാനിപ്പോ ഒച്ച വെച്ചാലുണ്ടല്ലോ, നാട്ടുകാർ ഓടി വരും. പിന്നെ നിന്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടിക്കോ. അപ്പോഴാണ് അത്യാഗ്രഹിയായ കുറുക്കന് തന്റെ അബദ്ധം മനസ്സിലായത്. കുറുക്കൻ നാണിച്ച് തല താഴ്ത്തി ഓടി രക്ഷപ്പെട്ടു. അടുത്ത കഥ കേട്ടാലോ? ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് ആട്ടിടയ ബാലന്റെയും പുലിയുടെയും കഥ കേട്ടാലോ? അപ്പോൾ കഥയുടെ പേരാണ് പുലി വരുന്നേ പുലി. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പണ്ട് പണ്ട് അങ്ങ് ദൂരെ കാടിനടുത്ത് ചെറിയൊരു ഗ്രാമം ഉണ്ടായിരുന്നു. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമായതുകൊണ്ട് തന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്യജീവി ആക്രമണം നേരിട്ടിരുന്നു. ഒരു കുഞ്ഞു ഗ്രാമമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികളെല്ലാം പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലും ആണ് ജീവിച്ചു പോന്നിരുന്നത്. അവിടെ ഒരു ആട്ടിടയ ബാലൻ ഉണ്ടായിരുന്നു. പൊതുവെ വികൃതിക്കാരനായിരുന്ന അവൻ. പക്ഷേ അവൻ തന്റെ ആടുകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അവൻ എന്നും രാവിലെ തന്റെ ആടുകളുമായി കുന്നിൻ ചെരുവിലേക്ക് പോകുമായിരുന്നു. ആടുകളെ മേയാൻ വിട്ട ശേഷം കുന്നിൻ മുകളിൽ കയറിയിരുന്ന് തന്റെ ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു അവന്റെ പ്രധാന വിനോദം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവനൊരു വികൃതി തോന്നി. അവൻ ഗ്രാമവാസികൾ കേൾക്കെ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് ഉറക്കെ വിളിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ഗ്രാമവാസികളെല്ലാം കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി കുന്നിൻ മുകളിലേക്ക് ഓടി വന്നു. ഗ്രാമവാസികളെ കണ്ട ബാലൻ പൊട്ടി പൊട്ടി ചിരിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഗ്രാമവാസികൾക്ക് ബാലൻ അവരെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായത്. ഗ്രാമവാസികൾക്ക് അവനോട് ദേഷ്യം തോന്നി. പക്ഷേ അവർ ഒന്നും മിണ്ടാതെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ നാളുകളേറെ കഴിഞ്ഞു. പതിവ് പോലെ ആട്ടിടയ ബാലൻ അന്നും തന്റെ ആടുകളുമായി കുന്നിൻ മുകളിൽ എത്തി. നന്നെ ക്ഷീണിതനായ ബാലൻ തന്റെ ആടുകളെ മേയാൻ വിട്ടതിനു ശേഷം അവിടെ കണ്ട ഒരു പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഉറക്കത്തിലേക്ക് വഴുതി വീണ അവൻ പെട്ടെന്ന് തന്നെ തന്റെ ആടുകളുടെ കരച്ചിൽ കേട്ട് ഉണർന്നു. നോക്കുമ്പോൾ അതാ ഒരു പുലി. പേടിച്ചു വിറച്ച അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിക്കാൻ തുടങ്ങി. നാട്ടുകാരെ, ഓടി വരുവിൻ, എന്റെ ആടുകളെ ഇതാ പുലി പിടിക്കുന്നേ, പുലി പുലി, അയ്യോ രക്ഷിക്കണേ. ഗ്രാമവാസികളെല്ലാം ബാലന്റെ കരച്ചിൽ കേട്ടു. എങ്കിലും അവൻ വീണ്ടും തങ്ങളെ പറ്റിക്കുകയാണെന്ന് കരുതി അവരാരും തന്നെ അവന്റെ സഹായത്തിനായി എത്തിയില്ല. പുലിയാകട്ടെ വിശപ്പ് മാറുന്നത് വരെ അവന്റെ ആടുകളെ പിടിച്ചു തിന്നു.
കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കാനല്ലാതെ അവന് മറ്റൊന്നും കഴിഞ്ഞില്ല. അതോടുകൂടി തമാശയ്ക്ക് പോലും കള്ളം പറയരുതെന്ന പാഠം അവൻ പഠിച്ചു. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.